ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പിന്നെ ഞായറാഴ്ച അല്ലേ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് തരണ്ടേ. അതാണ് ദൃശ്യത്തിൻ്റെ റിവ്യൂ പോലും ഇട്ടില്ല. സിനിമ കണ്ടു, അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടില്ല. അത് അടുത്തതിൽ പറയാം. ഇത് വേറൊരു കണ്ടന്റാണ്, ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഗൈസ്. വേറൊന്നുമല്ല, ഇപ്പം ഈ മെയിനായിട്ട് എന്താ പറയുക, ഇന്നലൊരു യൂട്യൂബ് ഞാൻ രാവിലെ കണ്ടത്. സാധാരണ രാവിലെ എനിക്കൊരു ശീലം, എന്താ പറയുക, ഒരു ചായ കുടിച്ചിട്ട് നേരെ യൂട്യൂബിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് തുറക്കും. ചുമ്മാ എന്തിലൊക്കെ ഒരു എന്താ പറയുക, നാളെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇന്ന സംഭവമുണ്ട്, ഇന്ന സംഭവം ഉള്ളത്. അപ്പം അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ അശ്വൻ ഗോക്ക് പൊട്ടിത്തെറിച്ച്. പുള്ളിക്കാരൻ അത് പുള്ളിയുടെ കാര്യം, പേഴ്സണൽ കാര്യം, ഞാൻ പറയണല്ല. പുള്ളിയുടെ പൊട്ടിത്തെറിച്ച് പുള്ളി ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് കലിപ്പായി പോയി. കാരണം വേറെ ഒന്നുമല്ല, നമുക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെങ്കിൽ പറയുമ്പോൾ അവനത് ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം ഞാനായിക്കോട്ടെ, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു 4 വർഷം പോയിട്ടുള്ളൂ. 4 വർഷമായിട്ട് നിങ്ങൾക്കറിയാം എൻ്റെ സബ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഞാനൊരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, എനിക്ക് ജോലിയുണ്ട് സുഹൃത്തെ, ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അതേപോലെ ബാക്കിയുള്ളവരും യൂട്യൂബിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് പോണത്. ഈ പറഞ്ഞ അശ്വന്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഗവൺമെൻറ് എന്തോ ഒരു എംപ്ലോയി ആയിരുന്നു. എനിക്കറിയില്ല, അങ്ങനെ പുള്ളി പറഞ്ഞത്. ഇതിനു മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഭീഷ്മപർവത്തിൻ്റെ ഒരു കേസിൽ. അപ്പോൾ പുള്ളി തന്നെ അതിലൊരു മൊഴി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഭീഷ്മപർവം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പടം ബ്ലോക്ക് ബസ്റ്ററായി, ഹിറ്റായി. അത് ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല, ഓരോ ഒപ്പീനിയൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ബാഹുബലി ഇഷ്ടപ്പെടാത്തവരുണ്ട്, KGF ഇഷ്ടപ്പെടാത്തവരുണ്ട്, മാർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഇതുപോലെയാണ് എനിക്ക് ആ പടം വലിയ കാര്യമായിട്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഇഷ്ടമുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, പടം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പടം തകർന്നു പോകില്ല. ഇപ്പം തന്നെ ദൃശ്യം 3 തന്നെ കുറേ പേര് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റിൻ്റെ വന്നില്ല, ഫസ്റ്റ് പോലെ സെക്കൻഡ് പോലെ വന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പടം ഇന്നിപ്പോൾ 100 കോടി കളക്ട് ചെയ്ത് നല്ല ഇപ്പോഴും പോസിറ്റീവ് എന്താണ് റിസൾട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൗസ്ഫുള്ളാണ്. അപ്പം ഇതൊക്കെ ഒരു ഗമഗമയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഈ അശ്വൻ ഗോക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ വ്യക്തമായിട്ട് പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. അതായത് പുള്ളിക്കാരനെ പേയ്മെൻറ്റ്, ഞാൻ പുള്ളിനെ ന്യായീകരിച്ച് വീഡിയോ പറഞ്ഞല്ല, ഇതെല്ലാം ഞാനൊരു റിവ്യൂവറാണ്. അപ്പോൾ ഞാൻ പറയില്ലേ, അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി, ആരും അങ്ങനെ പൈസ എനിക്കറിയില്ല, എങ്ങനെ സംഭവം എനിക്കറിയില്ല. ഈ സിനിമാക്കാർ ഇങ്ങനെ വന്ന് ഡയറക്റ്റ് കുത്തണായിരിക്കും. കാരണം ആ വീഡിയോയിൽ പറഞ്ഞ് ആ പ്രൊഡ്യൂസർ എന്തോ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് എന്നാൽ വക്കീൽ പണി ചെയ്താൽ പോരെ. എന്തിനാ ഈ പരിപാടിക്ക് കേൾക്കണത്? വക്കീൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഫീസ് മേടിച്ച് നല്ല പൈസ കിട്ടണമല്ലേ. അയാൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത പടം എന്താ പറയുക, ഇത്ര നിസ്സാര പൈസക്ക് പിടിച്ചിട്ട് അത് ഫ്ലോപ്പായി പോയി. ഇവനൊക്കെ വെച്ച് പടം ചെയ്യുമ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മെച്യൂരിറ്റി ഇല്ല. അവന് പറ്റണ കഥാപാത്രം ചെയ്യണം. അവൻ ഈ തുമ്പിയെ കൊണ്ട്, ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ മോൻ പറഞ്ഞാണ്, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ തെറ്റ് ആക്ടിങ് പഠിച്ച് അത് ക്ലിയറായി വരും. പെട്ടെന്ന് തന്നെ പുള്ളിനെ സുരേഷ് ഗോപിയുടെ മോൻ മല തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണമെന്ന്. അപ്പം ആ പടം അശ്വൻ ഗോക്ക് പറഞ്ഞു, പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒരു പടങ്ങളും കാണാൻ വലിയ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അശ്വൻ ഗോക്ക് പോലെ കുറച്ച് യൂട്യൂബറെ ഫോളോ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ അശ്വൻ ഗോക്ക് പറഞ്ഞാൽ ഞാൻ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമുക്ക് എന്തിനാണ് ബോഡി ഷെയ്മിങ് വേണ്ട. ബോഡി ഷെയ്മിങ്ങാണ് പുള്ളിക്ക് ഏറ്റവും പ്രശ്നം വന്നത്. അതായത് പുള്ളിക്കാരൻ സിനിമ പൊട്ടയാണ്, കൂതയാണെന്നൊക്കെ പറയും. അതൊന്നും വിഷയമില്ല, നമുക്കത് അവകാശമുണ്ട്. പക്ഷേ ആ സിനിമയുടെ ഒരു പറഞ്ഞ പോലെ ഡ്രസ്സിങ്, മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ്, അത് പറയുമ്പോഴാണ് അശ്വൻ ഗോക്കിന് പ്രശ്നം വന്നത്. പേയ്മെൻറ്റ് കേസ് പുള്ളി അത്ര സ്ട്രോങ് ആയിട്ട് എന്താ പറയുക പറയുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പുള്ളി വാങ്ങിയിട്ടില്ല പൈസ. ഇതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ചില ഗമ ടീം കളിക്കുകയാണ് ഗായ്സ്.